പന്തളം മുട്ടാർ നീർച്ചാലിൽ നിന്ന് അതിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച ടൺ കണക്കിന് മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യവും മറ്റു മാലിന്യങ്ങളുമൊക്കെ ഉണ്ട്. അതെല്ലാം ഇവിടെ നിന്ന് നഗരസഭാ തീരുമാനപ്രകാരം ക്ലീൻ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനിയാണ് അത് ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇതിൽ അനുവർത്തിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് ആദ്യം നമ്മുടെ കമ്പനിയുടെയും മറ്റും ഗോഡൗണുകളിലേക്ക് ഇത് മാറ്റുകയും അവിടെ ഇത് ഒരു പ്രോസസ്സ്, അതായത് വെള്ളം പമ്പ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കുകൾ, ഇത് പുനഃചംക്രമണ യോഗ്യമല്ലാത്ത പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കുകളും മറ്റ് അജൈവ പാഴ്വസ്തുക്കളും സിമൻറ്റ് കമ്പനികളിലെ സിമൻറ്റ് ഫാക്ടറികളിലെ ഫർണസിലേക്ക് കൽക്കരിക്ക് പകരം നമ്മൾ ഇന്ധനമായി കത്തിക്കുവാൻ കൊടുക്കുന്ന പദ്ധതിയാണ് ചെയ്തത്. ഗോഡൗണുകളിൽ നിന്ന് അത് ബെയിൽ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എത്രയും പെട്ടെന്ന് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടികൾ ഇവിടുത്തെ എല്ലാം ശേഖരിച്ച് അത് സംസ്കരിക്കാനാണ് നമ്മൾ ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പന്തളം നഗരസഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു മുട്ടാർ നീർച്ചാലിലെ മാലിന്യം. അത് നമ്മൾ നഗരസഭാ കമ്മിറ്റിയിൽ വെച്ച് വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു. മുട്ടാർ നീർച്ചാലിലെ മാലിന്യം മൊത്തം, രഹസ്യ മാലിന്യങ്ങൾ മൊത്തം കരക്കടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം നഗരസഭയ്ക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാലിന്യം എങ്ങനെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടിയതിന് ക്ലീൻ കേരള എന്ന കമ്പനിക്ക് ഈ രഹസ്യ മാലിന്യം മൊത്തം കൈമാറുന്നതിന് കൗൺസിൽ തീരുമാനമെടുക്കുകയും കിലോയ്ക്ക് 8 രൂപ വെച്ച് നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് ഇത് മാറിക്കൊണ്ട് ഇന്ന് മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മഴ ശക്തമാക്കുന്നതിന് മുമ്പേ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളത്.